പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും
നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തു. നിന്നെ സന്ധിക്കട്ടെ ദൈവവേദന. മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവർ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്. ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല. ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കല്ലേ. മർക്കോസ് 10:24. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ, അത് എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്ന് കർത്താവ് വെളിവാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഒരു കാര്യമല്ല പ്രയാസമായിരിക്കണത്. ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇതാണ് വിഷയം. സുവിശേഷവിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, വചനാധിഷ്ഠിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പം പിന്നെ എന്താ മാർഗം? അതുകൊണ്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞത്. കാര്യം ഓൾമോസ്റ്റ് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കണമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ, ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. അത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മർക്കോസിന്റെ 10:24 ലിങ്ക്ഡാണ് ആ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താ കാര്യം? മർക്കോസിന്റെ 10:24 പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് വചനാധിഷ്ഠ ജീവിതം ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിന്. പിന്നെ അതിനുള്ള ഈസി ആക്കണതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം. യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇത്ര സമയമെടുത്തതിനും ഞാൻ അമ്മയോടും എൻ്റെ ഈശോയുടെ നാഥനോടും ഞാൻ മാപ്പപേക്ഷിച്ച് തുടങ്ങുന്നു. എൻ്റെ പേര് സെബി തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വൈഫ് നൈസ് പോൾ, പെരിഞ്ചേരി ഇടവക തന്നെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജോലിക്കും
പിന്നെ എൻ്റെ വിവാഹ തടസ്സം മാറി വിവാഹം നടന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും സാക്ഷ്യം പറയുന്നത്. 2004 വർഷത്തിൽ തന്നെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ജോലിയുടെ മാന്ദ്യം കാരണം അവിടുന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർ താൽക്കാലികമായി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് വിളിക്കാം, അറിയിപ്പ് നൽകിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്, വേറെ ഉപാധികളൊന്നുമില്ല. പപ്പ മരിച്ച് ഒരു 2 ഇയർ ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് കുവൈറ്റിലേക്ക് പോയത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വായോ, ഞാനെന്തായാലും കൃപാസനത്തിലേക്ക് പോയിട്ട് അവിടെ ഉടമ്പടി എടുത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ അത് പ്രകാരം അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ചാൽ മതി. ആ സമയത്ത് എനിക്ക് ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു നല്ല കുട്ടിയെ പോലെ കേട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പതിയെ അത് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ അവർ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ അമ്മയോടൊപ്പം കൃപാസനത്തിൽ വരികയും അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കും അമ്മയുടെ മുമ്പിൽ വന്ന് ഒരു സാക്ഷ്യം പറയണം. കാരണം 33 വയസ്സ് ആവുന്നേ ഉള്ളൂ, 30 കടന്നു. വിവാഹം അല്ല, എൻ്റെ കൂട്ടുകാരന്മാരും ബാക്കിയുള്ള ബന്ധുമിത്ര വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് അമ്മയും സഹോദരങ്ങളും ഭയങ്കരമായിട്ട് വിഷമിക്കുകയുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ. പിന്നെ ഒരു നല്ല ജോലിയില്ല, പപ്പ മരിച്ചതാണ്. അപ്പോൾ വീട്ടിലെ മൊത്തം ബാധ്യത എൻ്റെയിലാണ്. അപ്പം ഞാൻ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ജോലിക്ക് പോയി അവരെ എന്തെങ്കിലും പഠിപ്പിക്കണം, അതെല്ലാം എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മയോടൊപ്പം വന്ന് കൃപാസനത്തിൽ വന്നു, ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല, ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിലെത്തിയിട്ട് അമ്മയോടൊപ്പം 5:30 കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ പറ്റാവുന്നത് ഇൻ്റർവ്യൂകളിലേക്കും അറ്റൻഡ് ചെയ്തു. ഒന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ ഈശോയുടെ തിരുവചനത്തിന് മുമ്പിൽ, കുടുംബ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുവചനത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ജോലി ലഭിക്കാനായിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ കൃപാസന മാതാവിൻ്റെ അന്ന് അമ്മോട് ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, അത് മാതാവിൻ്റെ അഭിഷേകമായിരിക്കും, നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോക്ക്, മാതാവ് നിന്നെ കൈവിടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ നിയോഗം വെച്ചു, എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയും ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് പ്രകാരം ഞാനിവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണയിൽ പങ്കെടുത്ത് തൈലം പൂശി മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങി. അത് ആഗസ്റ്റ് 14 തീയതി 2024 ആഗസ്റ്റ് 14 തീയതി ആയിരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചു, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഞാൻ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത അപ്പുറം അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾ ചോദിച്ചു, നിൻ്റെ വേറെ നീ എഡ്യൂക്കേഷൻ ഏതാണ്, ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഡിഗ്രി, എൻ്റെ ഡിപ്ലോമ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൾ വിചാരിച്ചു, ഇത്രയും ദിവസം നീ ഡിഗ്രിയും ഡിപ്ലോമയും വെച്ചിട്ട് ഈ ടെക്നീഷ്യൻ ജോലിയിലാണോ നോക്കുന്നത്, വേറെ ഹയർ ലെവലിലേക്ക് നീ നിനക്ക് നോക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉവ്വ്, പക്ഷേ ട്രൈ ചെയ്തു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് അപ്പം എൻ്റെ മാതാവിൻ്റെ തിരുരൂപം എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ മുറുകി പിടിച്ചിരിക്കും പ്രാർത്ഥിക്കുകയായിരുന്നു. വിശ്വാസപ്രമാണം ഉള്ളിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ
അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ടായി. ആൾ എന്നെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നീ പ്രതീക്ഷിക്കാത്തതിൻ്റെ രീതിയിൽ നിനക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരാണ്. ഒരു സൂപ്പർവൈസേഷൻ പൊസിഷനിൽ, മെക്കാനിക്കൽ സൂപ്പർവൈസേഷൻ പൊസിഷനിൽ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാണ്. നീ അതിൽ കഴിവ് തെളിയിക്കണം. അതുക്കപ്പുറം അതിനപ്പുറം തന്നെ നിനക്ക് അതിലൊരു ജോലിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോടൊന്ന് നോക്കി, മാതാവേ, ഇത്രയും ചെറിയ ജോലി പ്രതീക്ഷിച്ച് ഞാൻ പോയേ, ഞാൻ ഇത്രയും വലിയ ജോലി എനിക്ക് ലഭിച്ചതിന് എൻ്റെ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ വിവാഹം ആലോചനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിവാഹം ആലോചന നടന്ന് ഇവളുടെ വീട്ടിൽ സംസാരിച്ചു, കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാധവനോട് പറഞ്ഞു, 6 മാസം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാം എന്ന്. അന്ന് എനിക്ക് സാധിച്ചില്ല. ഇന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുകയും അതിനപ്പുറം തന്നെ ഞാനിപ്പോൾ വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു. എനിക്ക് ഈ ലഭിച്ച 1000 അവസരങ്ങളും 1000 അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പിന്നെ മാതാവിൻ്റെ തിരുസുരഭവും വെഞ്ചിരിച്ച ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് പ്രകാരം എനിക്ക് ജോലിയിലെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഏതൊക്കെ രീതിയിലേക്ക് ഞാൻ താഴ്ചയിൽ പോയിട്ടുണ്ടോ അതിൽ നിന്ന് എന്നെല്ലാം മാതാവ് ഉയർത്തിക്കൊണ്ട് നിന്നിട്ടുണ്ട്. അതിനെല്ലാം എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. ഈ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും സമർപ്പിച്ച് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അധികം സജീവമല്ലായിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കുറേ മാനസിക ഡിപ്രഷനിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാരൊപ്പം ചിലവഴിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ് അന്നത്തെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉടമ്പടി എടുത്തത് പ്രകാരം വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും കുംഭസാരത്തിനും എനിക്ക് അനുഗ്രഹത്തോടെ ഞാൻ നിറവേറ്റുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇവിടുന്ന് ഉടമ്പടി കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കൃപാസന പത്രവും ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരുടെ അമ്മമാരോടൊത്ത് സംസാരിച്ച് അവർക്ക് പത്രങ്ങൾ സമർപ്പിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവിടെ സമയം ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് എന്നോട് പറ്റാവുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സാമ്പത്തികമായും നന്മകളുമായും ഞാൻ അർപ്പിച്ചു പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി കൊണ്ട്. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. സെബി എന്ന ഈ മകൻ വൈഫ് നൈസിനോടൊപ്പം വന്ന് എൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുകയായിരുന്നു. അദ്ദേഹം ഏത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നേടിക്കൊടുക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ മകനെ ലഭിക്കുന്നത്. ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത് അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവരെ പരിശുദ്ധ അമ്മ ആകർഷിക്കുന്ന വിധങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവരുന്ന രീതികളും വളരെ വ്യത്യസ്തമാണ്. സെബിക്ക് കുവൈറ്റിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ സെബിയുടെ അമ്മ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമെന്ന്. ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനകളെയും രീതികളെയും എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ ഉടമ്പടി എടുക്കാതെയാണ് തിരിച്ചു പോയത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, നിൻ്റെ കാര്യത്തിന് വേണ്ടി നീ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, 16 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ഇന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം. ചിലരെല്ലാം അഡ്വാൻറ്റേജായി കണ്ടുകൊണ്ട് വളരെ പഴയ ഒരു രീതിയിലേക്ക് കടന്നു പോകുന്നതായി നമുക്ക് കാണാം. അമ്മമാരാണ് കൂടുതലും ഉടമ്പടി എടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊരു നിസാരമായി കാണുന്ന ചില മക്കളുണ്ട്.
സെബി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സെബിയുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്ത വലിയ വലിയ അത്ഭുതങ്ങൾ സെബി തന്നെ കാണുകയുണ്ടായി. ഈശോ ഇത്രയ്ക്കും സമീപസ്ഥനാണ്, എനിക്ക് തൊട്ടെടുക്കാവുന്ന അകലത്തിലാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നതെന്ന് സെബിക്ക് മനസ്സിലായത് ഉടമ്പടി ജീവിതം വളരെ വിശ്വസ്തയോടുകൂടി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ തൻ്റെ എല്ലാ അയോഗ്യതകളെയും കടത്തിവെട്ടി കൃപ നിറച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പരിശുദ്ധ അമ്മ ഒരു വലിയ ഓഫർ നൽകിയാണ്. തനിക്ക് പ്രതീക്ഷിക്കാനോ ചിന്തിക്കാനോ സ്വപ്നം കാണുവാനോ സാധിക്കാത്ത വിധം വലിയ ഒരു ഓഫർ നൽകിയാണ്, ജോലി നൽകിയാണ് ഈ മകനെ പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ കയറ്റി നിർത്തിയിരിക്കുന്നത്. ഓരോ ഇൻ്റർവ്യൂ, ഓരോ സാഹചര്യങ്ങളിലും അദ്ദേഹം കാശുരൂപം മുറുക്കി പിടിച്ചുകൊണ്ടാണ്. കാശുരൂപം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ജീവനുള്ള ഒരു സാമീപ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ആ സാമീപ്യം നാം കയ്യിലെടുക്കുമ്പോൾ തന്നെ പലർക്കും അനുഭവവേദ്യമാകുന്നത് അമ്മയുടെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ സെബി ആ കാശുരൂപത്തിൽ മുറുക്കി പിടിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ നല്ല സുഗന്ധാഭിഷേകത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും, എപ്പോഴെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ അനുദപിക്കുവാനും ഈശോയിലേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധ അമ്മയെ ഓർമ്മിപ്പിക്കുകയും പരിശുദ്ധ അമ്മയെ മകനെ അൾത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമാണ് ചെയ്തിരിക്കുന്നത്. വിവാഹം എന്ന ചില തടസ്സങ്ങളെല്ലാം മാറ്റി സന്തോഷത്തോടെ ജീവിതത്തിലെ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്തു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജോലിയില്ലാതെ വിവാഹ തടസ്സങ്ങളോടുകൂടി ജീവിക്കുന്ന എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി ഈ സാക്ഷ്യത്തോട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സെബിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ മുരിക്കാശ്ശേരി ഇടവകക്കാരിയാണ്. എൻ്റെ പേര് ലൈസമ്മ ജോണി എന്നാണ്. ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഇടയായത് എനിക്ക് നട്ടൽ വേദനയായിട്ട് ഞാനിങ്ങനെ കിടന്നു പോയ ഒരാളായിരുന്നു. പിന്നെ ഇവിടെ വരാൻ എനിക്ക് പേപ്പർ കിട്ടി. എൻ്റെ കൊച്ചിനാണ് പേപ്പർ കിട്ടിയത്. ഇവിടെ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ചേച്ചി ആ കൊച്ചിനോട് പറയും, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു ഇവിടെ വരികയും വരാൻ വേഗമൊന്നും കിട്ടിയില്ല. 4 മാസം കഴിഞ്ഞാണ് ഇവിടെ വരാൻ പറ്റിയത്. മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നവംബർ 26-ാം തീയതി ഞാനിവിടെ നവംബർ 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇനി ഞാൻ മരുന്ന് കഴിക്കുകയില്ലെന്ന് പറഞ്ഞായിരുന്നു. മരുന്ന് കഴിക്കുമ്പം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ തീർത്തും അവശതയായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും 90 ദിവസം ഉടമ്പടി പുതുക്കണമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടു. അതിന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നട്ടൽ വേദന വരികയും എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുകയും ചെയ്തു. പക്ഷേ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേഗം കഴിയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നായാലും വേഗം എൻ്റെ സമയം വേഗം മാതാവ് മാറ്റിത്തന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രതിഷ്ഠാനത്തിന് നിൽക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മാതാവിനോട് പറഞ്ഞു, ഞാൻ മാതാവേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്, ഞാൻ അമ്മയുടെ സന്നിധി ഇച്ചിരി അല്പം തന്നെ കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ കമന്ന് കിടന്നു. അത് കഴിഞ്ഞ് എത്ര നേരം കിടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ എന്നിട്ട് കിടന്ന് കുറേ കഴിഞ്ഞപ്പം വൈകുന്നേരമായി. എനിക്ക് 600-ാമത്തെ നമ്പറായിരുന്നു അന്ന് കിട്ടിയത്. അപ്പോൾ അത്രയും സമയം ഞാനവിടെ കിടന്ന് കൊച്ചനെ വിളിച്ച് അമ്മച്ചി നമ്മുടെ നമ്പർ വിളിക്കാറായി എന്ന് പറയുകയും ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലത് കാലിന് ചൂടനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ചൂടനുഭവപ്പെട്ടത് എൻ്റെ ശരീരം മൊത്തം തീക്കകത്ത് നിൽക്കുന്ന പോലുള്ള ചൂടനുഭവപ്പെട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ചൂട് കുറച്ച് തന്നു കഴിഞ്ഞിട്ട് എനിക്ക് നട്ടലിൻ്റെ വേദനയുള്ള സ്ഥലത്ത് നിന്ന് തൊട്ട് മുകളിൽ നിന്ന് ഞാൻ അന്നേരം ഓർത്ത് വിയർപ്പൊഴുകുന്നതെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ വിയർപ്പല്ലായിരുന്നു, അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കയറി എൻ്റെ കൊച്ചിൻ്റെ പേര് വരെ വിളിച്ചു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു,
അമ്മേ ഞാനും കൊച്ചിൻ്റെ കൂടെയുള്ള എന്നെയും കൂടെ വിളിക്കുക അമ്മയെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ആ സിസ്റ്റർ 600 കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അത് കഴിഞ്ഞ് മാതാവിനെ തൊട്ട് വന്ദിച്ചിട്ട് നമ്മൾ പ്രദക്ഷിണത്തിന് ഇറങ്ങി പോരാൻ തുടങ്ങുമ്പം ഞാൻ ഇങ്ങോട്ട് അതിനു മുമ്പ് എൻ്റെ അടുത്ത് മാതാവ് വന്നായിരുന്നു. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എൻ്റെ മുമ്പിൽ വന്നു. കാരണം ഞാൻ മാതാവിനെ എനിക്ക് കാണണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞാണ് ഇറങ്ങുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം മാതാവിൻ്റെ രൂപം എടുക്കുന്നിടത്ത് എൻ്റെ അടുത്ത് വന്ന അമ്മ അതേ രീതി നിറത്തിൽ എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. അത്രയും മുഴുത്തായിട്ട് അമ്മ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തൊട്ട് വണങ്ങാതെ ഇറങ്ങി പോരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 3 പ്രാവശ്യം തൊടണം. പക്ഷേ സിസ്റ്റർ എന്നെ കണ്ടാൽ വഴക്ക് പറയുമോ, ആരും തൊടുന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ അടുത്ത് മാതാവിനെ തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തൊടാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനെ തൊട്ടു. എൻ്റെ കറണ്ട് അടിക്കും പോലെയായിരുന്നു എൻ്റെ ശരീരത്തേക്ക് ഫീൽ ചെയ്തത്. 3 പ്രാവശ്യം മാതാവിനെ തൊട്ട് വണങ്ങി ഞാൻ അവിടുന്ന് ഇറങ്ങി. ആ പ്രദക്ഷിണം വന്ന് അവിടുന്ന് അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോന്നിട്ട് എനിക്ക് വേദനയോ നട്ടൽ വേദനയോ അത്രയും നേരം എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പക്ഷേ മാതാവിനെ സുഖപ്പെടുത്തിയതാണെന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ. വേർപ്പൊഴിയതാണെന്ന് തോന്നിയത്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നട്ടൽ വേദനയോ മരുന്ന് കഴിക്കുന്ന ഒന്നും ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞാൽ ആ സുഖപ്പെടുത്തിയിട്ട് ഞാനിവിടെ മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ ഞാൻ പോയ വഴിക്ക് എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പം ബൈക്കേലാണ് പോയത്. വേറൊരു ബൈക്കെ കൂട്ടിമുട്ടി ഞാൻ റോട്ടിലോട്ട് വീഴുകയും അപ്പുറം ഇപ്പുറേന്നും വണ്ടി വരികയും ചെയ്തു. ഞാൻ ഭയങ്കര ശക്തിയായിട്ട് തന്നെ വീണത്. പക്ഷേ എനിക്കെൻ്റെ കയ്യിലും കാലിലും ചെറിയൊരു പോറലുണ്ടായുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് അന്നേരം എനിക്ക് തോന്നുമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്താണെന്ന് അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി ചെയ്ത് തെറ്റാണെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തരണം. ഇല്ല, ഞാൻ എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയാണ്. മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു തരണം. കാരണം അത്ര വലിയ അപകടമാണ് എനിക്കുണ്ടായത്. പക്ഷേ എനിക്ക് അപകടം സംഭവിച്ചത് ശരിയാണ്. പക്ഷേ എൻ്റെ മേത്ത് ഒരു ശകലം മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അമ്മയുടെ അടുത്ത് 4 മണിയായപ്പം കുർബാനയ്ക്ക് പോയി. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ച് നാവിലിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയോടും മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്ത് ശരിയാണോ? ശരിയാണെങ്കിൽ അമ്മയ്ക്ക് എനിക്കിപ്പോൾ ഉത്തരം തന്നെ. എനിക്ക് എന്തിനും അപകടം ഉണ്ടാക്കി. പക്ഷേ അപകടം അന്നേരം 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മ എൻ്റെ മനസ്സിലേക്ക് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നേരം തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചില്ലമ്മേ, എൻ്റെ കയ്യിലും കാലിലും ഒരു തുള്ളി മുറിവേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അത് വലിയൊരു എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു അമ്മേ. അപ്പോൾ എനിക്ക് ബോധ്യമായി. അമ്മ എനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി തന്നെ നിൽക്കാം. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. കാരുണ്യപ്രവർത്തികൾ ഞാൻ പത്രം ഇവിടുന്നെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊടുത്തപ്പം 3-4 എൻ്റെ കയ്യിൽ നിന്ന് പാത്രം തീർന്നു പോയി. അപ്പോൾ 3-4 പേര് ഓടി വന്ന് പേപ്പറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ കാരുണ്യപ്രവർത്തികൾ സ്നേഹമന്ദിരത്തിൽ പോയി പൈസ കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ട്. ആശുപത്രിയിലാണ് പോയേക്കുന്നത്, അവിടെ കൊടുക്കുകയും പിന്നെ ഒരു 10-12 വീടുകളിൽ പറ്റാതെ കിടക്കുന്ന കാരണന്മാരെ പ്രായമായപ്പം ഉപേക്ഷിച്ചിട്ട് അവർ പോയേക്കുവാണ്. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഇന്ന് ഞാൻ തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ പരപണിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു ഭവനമില്ലായിരുന്നു. 15 വർഷക്കാലമായിട്ട് ചോർന്നിരിക്കുന്ന ഒരു വീടായിരുന്നു. ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും തൈലവും മാതാവിൻ്റെ രൂപമൊക്കെ കൊണ്ടുവച്ചപ്പം എനിക്ക് വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു ഭവനം പണിത് തരണമെന്ന്. അമ്മ എനിക്ക് ഭവനം പണിത് നല്ലൊരു എല്ലാ പണിയും പൂർത്തിയാക്കി മാതാവ് എനിക്ക് ഭവനം പണിത് പൂർത്തിയാക്കി തന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും എനിക്കിവിടെ സാക്ഷിയായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹവും. അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും. ലൂക്ക 5:24-25 തിരുവചനങ്ങൾ. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്
യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകയെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ലൈസമ്മ ജോണി എന്ന ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, നമ്മളെന്നും ഉടമ്പടി ജീവിതത്തിൽ കേൾക്കുന്ന കൃപാസനം പത്രത്തിലെ ഒരു വാക്യമാണ്, ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം. സഹോദരി ഉടമ്പടി എടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയുടെ തിരുനടയിലെത്തി. ക്ലാസ് കൂടുമ്പോൾ പോലും ശക്തമായ നടുവുവേദന കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാതാവിനോട് ഓരോ നിമിഷവും പറഞ്ഞിരിക്കുന്നുണ്ട്, മാതാവ് എനിക്ക് കൂടാൻ പറ്റുന്നില്ല, അമ്മയ്ക്കറിയാമല്ലോ എന്നെ സഹായിക്കണമെന്ന്. എന്നിട്ട് സഹോദരി പറയുന്നത്, ഉടമ്പടി വെക്കുന്നതിന് വേണ്ടി പ്രദക്ഷിണ വഴിയിൽ ചേരുന്നതിന് മുമ്പ് അവിടെ കാത്തു നിൽക്കുവാനുള്ള ആരോഗ്യമില്ലാതെ നിലത്ത് കിടന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഓരോ സമയവും മാതാവിൻ്റെ സാന്നിധ്യവും തലോടലും മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. മകൾ തിരിച്ചറിയുന്നില്ലെങ്കിലും അത് ശരീരം മുഴുവനും പൊള്ളുന്ന അനുഭവമായിട്ട് മാറുകയാണ്. എന്നിട്ട് ഏറെ ക്ലേശത്തോടു കൂടിയാണ് അമ്മയുടെ തിരുനടയിലേക്ക് പ്രദക്ഷിണ വഴിയിൽ ആ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുന്നത്. പക്ഷെ മകൾ തിരിച്ചറിയുന്നുണ്ട്, കാലിലൊരു തണുപ്പ് കയറുന്നു, ഒരു സൂത്തിങ് ഇഫക്റ്റ് ശരിക്കും ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പോഴും രോഗസൗഖ്യത്തെക്കുറിച്ചൊരു ചിന്തയോ ധാരണയോ വന്നിട്ടില്ല. ഏറെ മരുന്ന് കഴിച്ച് ഒത്തിരി നാളായി അലഞ്ഞ് ഏറെ വർഷങ്ങൾ കൊണ്ടു നടക്കുന്ന വിഷയമായതുകൊണ്ട് വന്നുടനെ ശരിയാകുമോ എന്ന് പോലും ചിന്തിക്കുവാൻ പോലും മകൾക്ക് സാധിച്ചില്ല. രോഗം മൂർച്ഛിച്ചോ എന്ന ചിന്തയാണ് ആദ്യ നിമിഷങ്ങളിൽ ഉണ്ടായതുപോലും. പക്ഷേ അമ്മയുടെ അരികിലേക്ക് ആര് എങ്ങനെ വരുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണമായ ശരണത്തോടെ അവസാന ആശ്രയമായി അമ്മയ്ക്കും ഈശോയ്ക്കും മാത്രമേ എൻ്റെ ജീവിതത്തെ ഇടപെടുവാനും സഹായിക്കുവാനും പറ്റുമെന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് അമ്മയുടെ അരികിലേക്ക് വരുന്നതെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാനാവും. തിരുവചനത്തിൽ നമുക്ക് തരുന്ന ഒരു പദമാണ് ഉടനെ. ഈശോ സ്പർശിച്ച ഉടനെ, ഈശോ പ്രാർത്ഥിച്ച ഉടനെ, ഈശോ കണ്ട ഉടനെ, ഈശോ വീട്ടിൽ പ്രവേശിച്ച ഉടനെ അവിടെ സൗഖ്യപ്പെടുന്നു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ വരുന്നു, കലമാനിനെ പോലെ കുതിച്ചു ചാടുന്നു. ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരു അനുഭവം ഉണ്ടാവുക വിശുദ്ധ ഗ്രന്ഥപ്രകാരം അസാധ്യമായ കാര്യമല്ല. ദൈവത്തിന് നമുക്ക് നൽകുവാനാവുന്ന സാധ്യതയാണത്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പറയുന്നത്. ഞാൻ ഇവിടുന്ന് തിരികെ പോകുമ്പോൾ എനിക്കൊരു വാഹന അപകടം പോലും ഉണ്ടായി, എന്നിട്ടും പോറലേൽക്കാതെ എന്നെ കാത്തുകൊണ്ടു. ഞാൻ വീട്ടിൽ ചെന്ന ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞു എൻ്റെ ശരീരത്തിന് രോഗമില്ലെന്ന്. ഇവിടുന്ന് പോകുമ്പോഴേ അമ്മ സൗഖ്യപ്പെടുത്തി വിട്ടത് ദിവസങ്ങൾ കൊണ്ട് സഹോദരി മനസ്സിലാക്കിയെടുക്കുകയും വരുമ്പോൾ മരുന്നൊന്നും കഴിക്കില്ലെന്ന് തീരുമാനമെടുത്ത് അമ്മയിലേക്ക് ശരണപ്പെട്ട് ജീവിതം കൊടുത്തത് അമ്മ ആ നിമിഷം തന്നെ ഏറ്റെടുത്ത് തിരുക്കുമാരന് കൊടുത്ത് രോഗത്തിൻ്റെ പീഡകളകറ്റി മകളെ പറഞ്ഞുവിടുന്നതാണ് ആ സാക്ഷ്യ വിവരണത്തിന് മുഴുവനും നമ്മൾ കേട്ടത്. അവസാനം 2 വാചകത്തിൽ ഒരു വലിയ കാര്യം പറഞ്ഞു തീർത്തു. വീടില്ലായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയി അമ്മയുടെ ചിത്രം വെച്ചാൽ ചോർന്നലിക്കുന്നൊരു കൂര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോട് ആവശ്യപ്പെട്ടത്, അമ്മ താമസിക്കാൻ എനിക്കൊരു വീട് വേണം. സഹോദരി പറയുന്നുണ്ട്, ഇന്ന് കെട്ടുറപ്പുള്ള ബലവത്തായ സുരക്ഷിതത്വമുള്ളൊരു ഭവനത്തിൽ ഞാൻ വസിക്കുന്നു. ഉടമ്പടിയെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമ്മ എനിക്കൊരു ഭവനം ഒരുക്കി തന്നുവെന്ന. സങ്കടം ഏതുമാവട്ടെ, ഇല്ലായ്മ എന്തുമാവട്ടെ, എത്ര നാളായി ക്ലേശിക്കുന്ന വിഷയമാവട്ടെ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ട്, പുതിയ വഴിയുണ്ട്. ജീവിതത്തെ കൂടുതൽ ശ്രേയസ്സിലേക്ക് ഉയർത്തുവാൻ അമ്മയ്ക്കൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് അമ്മയുടെ പദ്ധതിയോട് നമ്മുടെ ജീവിത വിഷയങ്ങളെ ചേർത്ത് വയ്ക്കാം. ഈശോ അനുഗ്രഹിക്കും, അമ്മ കരം പിടിച്ച് കൂടെ നടക്കും. ഈ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹത്തിന്, സഹോദരിക്ക് ലഭിച്ച സൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ആദ്യമേ അർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾ താരയിൽ വന്ന് നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ പേര് ടിൻഡു ജോൺ. ഞങ്ങൾ വരുന്നത് ആയു എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ 2023 ന്യൂസിലൻഡിലേക്ക് പോയത്. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് പോയത്. അതിനു മുമ്പ് ഞാൻ നാട്ടിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 3.5 വർഷം. ഹയർ സ്റ്റഡീസിന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു അവിടുത്തെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ ഹയർ സ്റ്റഡീസ് നടക്കുന്ന സമയത്താണ് അറിയുന്നത്
നമ്മുടെ കരിക്കുലവും ന്യൂസിലൻഡിലെ കരിക്കുലവും തമ്മിൽ മാച്ച് ആവുന്നില്ല, അല്ല റിക്വയർമെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് പ്രോസസ്സ് വഴി ഒന്നും നമുക്ക് ടീച്ചർ രജിസ്ട്രേഷൻ സാധിക്കുകയില്ല എന്നുള്ളത്. ആ സമയങ്ങളിലൊക്കെ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ആ സമയത്താണ് ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്നിടത്ത് ഒരു ചേച്ചി എനിക്ക് കൃപാസനം മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കയ്യിലേക്ക് തരുന്നത്. അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അഭയം പ്രാപിച്ചപ്പോഴൊക്കെ അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ജൂൺ 2025 ഞാൻ ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് ന്യൂസിലൻഡിലെ ടീച്ചർ രജിസ്ട്രേഷൻ എന്നുള്ളത്. രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ പിന്നെയും നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ശേഷവും പിന്നെയും നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഒക്കെ പാസ്സാകണമായിരുന്നു. അങ്ങനെ ഞാൻ ലാംഗ്വേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അമ്മ മാതാവിനെ എനിക്ക് ആ ചേച്ചി തന്ന കാശിരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ലാംഗ്വേജിന് എൻ്റെ എക്സാം എഴുതാൻ പോയി. എനിക്ക് എത്ര മാർക്കാണോ വേണ്ടത് അതിൻ്റെ 1 മാർക്ക് കൂടെ കൂട്ടിത്തന്ന അമ്മ മാതാവ് എന്നെ ആ ലാംഗ്വേജ് എക്സാം പാസ്സായി. അതിനുശേഷം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് നമ്മൾ ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിലിലേക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് ഒന്നും നമുക്കറിയില്ല. ഞാൻ ഒരുപാട് കാലം ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഈ ഓവർസീസ് ടീച്ചേഴ്സിന് എങ്ങനെ രജിസ്ട്രേഷൻ കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ കയ്യിലേക്ക് വന്നു. എങ്ങനെ അവിടുത്തെ ഒരു ടീച്ചർ തന്നെ ഈ ഓവർസീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ടീച്ചർ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു. പിന്നീടെല്ലാം നടന്നത് വളരെ അത്ഭുതമായിരുന്നു. കാരണം നോർമലി അവിടെ ടീച്ചിങ് കൗൺസിലിങ്ങിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3.5 മാസം എടുക്കും. പക്ഷേ ഞാൻ ആ ഏജൻസി വഴി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത്ഭുതമായിരുന്നു. 1 ആഴ്ചയും കൊണ്ടാണ് എനിക്ക് എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടിയത്. അമ്മ മാതാവിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അത്ഭുതമെന്ന് തോന്നിയത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ആ സമയത്ത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഏജൻസി ആ ടീച്ചറിന് വരെ അത്ഭുതമായിരുന്നു. എങ്ങനെ ഒരിക്കലും ന്യൂസിലാൻഡ് ടീച്ചിങ് കൗൺസിൽ ഒരാളുടെ പേപ്പർ റിവ്യൂ ചെയ്താൽ എന്താണേലും ഒരു മാസമെങ്കിലും പിടി. പക്ഷേ ഒരാഴ്ച കൊണ്ട് എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു അത്. അമ്മ മാതാവ് സമയച്ചുരുക്കത്ത് അതും 1 വീക്ക് കൊണ്ടാണ്. ഞാൻ പറയുന്നവർക്കെല്ലാം അത്ഭുതമാണ് ഒരു ടീച്ചിങ് കൗൺസിൽ 1 വീക്ക് കൊണ്ട് പാസ്സാകുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടി. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. ഡിസംബർ 7 മുമ്പ് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ ഡിസംബർ 7 മുമ്പ് എനിക്കൊരു ജോലി ലഭിക്കണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന 2ാമത്തെ നിയോഗമായിരുന്നു അത്. അങ്ങനെ ഞാൻ അവിടെ റിലീവിങ് ടീച്ചറായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകും. അപ്പോഴൊക്കെ എൻ്റെ പോക്കറ്റിൽ അമ്മ മാതാവിൻ്റെ കാശിരൂപമുണ്ടായിരുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ ക്ലാസ് റൂംസൊക്കെ. അപ്പോൾ ഇവിടെ മാനേജ് ചെയ്തിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ചില സ്ട്രെസ്സ് വരും. പക്ഷേ അപ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ കാശിരൂപം എന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു. എനിക്ക് റിലീവിങ് അവേഴ്സ് എല്ലാം കിട്ടി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി 7 മുമ്പ് ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു നിയോഗം എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരിക്കൽ ഞാനൊരു മർത്തോമക്കാരിയാണ്. അന്നേരം ഞങ്ങളുടെ ആരാധനയിൽ എനിക്ക് പ്രസംഗിക്കാനൊരവസരം കിട്ടി അവിടെ ചെന്ന്. അന്ന് ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ മാതാവിനെ തന്നെ പറ്റി പറയുവാൻ എനിക്കവിടെ ആദ്യമായിട്ട് ആ ദേവാലയത്തിൽ പ്രസംഗിക്കാൻ സാധിച്ചു. അന്ന് ആ ദിവസമാണ് ഞാനൊരു 100 ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിലുള്ളവർക്കറിയാം അവിടുത്തെ ടീച്ചിങ് കോഴ്സ് പാസ്സായവർക്കാണ് പെട്ടെന്ന് ജോലി കിട്ടും. ഞാൻ ഇവിടുന്ന് ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞു പോയ ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ 100 ആപ്ലിക്കേഷനിൽ കൂടുതൽ അയച്ചു. എല്ലാം അൺഫോർച്ചുനേറ്റ്ലി യു ആർ അൺസക്സസ്ഫുൾ എന്ന റിപ്ലൈ മാത്രം വന്നുകൊണ്ടിരുന്നു.
അങ്ങനെ മാതാവിന് വേണ്ടി ഞാൻ ആരാധനയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ വേദപുസ്തകം എടുത്ത് മാതാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ മാതാവിനെ പറ്റി ഞാൻ എഴുതി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഒരുപാട് ആപ്ലിക്കേഷൻ അയക്കാനുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ഒരു ആപ്ലിക്കേഷനും അയക്കുന്നില്ല. ഇന്ന് മാതാവിന് വേണ്ടി ഞാൻ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടും ദേവാലയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഞാൻ പ്രിപ്പറേഷന് വേണ്ടി എൻ്റെ ഡയറി എടുത്തു വെച്ചപ്പോൾ അവിടെ നിന്ന് ഒരു സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ആ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് സാധാരണ നല്ല പോണൊക്കെ പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോവാറുള്ളത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചു, കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ടിൻറ്റുവിൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. അന്നേരം ഞാൻ അവിടെ സ്റ്റക്കായിപ്പോൾ. എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ അന്നേരമാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. എൻ്റെ വീക്ക്നെസ് ചില പ്രോബ്ലങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വളരെ ടെൻഷൻ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അത് കേട്ട് ഭയങ്കര ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്താ നമ്മുടെ അവിടുത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും സ്ട്രെങ്തായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഡിസംബർ 2 ഒരു ചൊവ്വാഴ്ച ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നമ്മുടെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിന് 11:30 സമയത്ത് ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അവിടെ സ്കൂളിൽ നിന്ന് കോൾ വരുന്നു, ടിൻറ്റുവിനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസംബർ 7 മുമ്പ് ഡിസംബർ 2 എനിക്ക് ആ സ്കൂളിൽ സെലക്ഷൻ കിട്ടി. ഞാൻ ഈ വ്യാഴാഴ്ച ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ 28 ഞാൻ ജോയിൻ ചെയ്യും. ഒരിക്കലും ഡിസംബർ 7 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 2 മുമ്പ് അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മമ്മിയാണിത്. മമ്മി കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കല്യാണത്തിന് ശേഷം തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. അന്ന് മുതൽ തന്നെ മമ്മീനെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ഇപ്പോൾ 2.5 വർഷം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ മമ്മിയുടെ വിസിറ്റിംഗ് വിസ ഇട്ടു. ആദ്യമൊക്കെ അവർ ജെനുവിൻ കാൻഡിഡേറ്റ്സ് അല്ല, കുറേ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിച്ചു. ഞാൻ ഇന്നലെ വരാനിരുന്നതാണ്. എന്നാൽ ഇന്നലെ പല സാഹചര്യങ്ങളും എനിക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക്, അതും എൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു, മമ്മിയുടെ വിസ ഇന്നലെ സാങ്ഷനായി. അടുത്ത മാസം മമ്മി ഞങ്ങളുടെ കൂടെ വരികയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഡോക്യുമെൻറ്റേഷൻ സമയത്ത് എനിക്ക് അത്ഭുതമെന്ന് തോന്നിയത്, അവരെനിക്ക് അയച്ചു തന്ന എന്നോട് പറയുകയാണ്, നിങ്ങൾ ടീച്ചിങ് കൗൺസിൽ കൊടുക്കുമ്പോൾ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊരിക്കലും അറിയില്ല. അവരെന്നോട് പറഞ്ഞത് മേരി പ്ലസ് ട്രാൻസ്ക്രിപ്റ്റ്, മേരി പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അന്നേരം എനിക്ക് മനസ്സിലായ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അവിടെ അറിയാൻ സാധിച്ചു. ഇതിലൊക്കെ ഉപരിയായി ആത്മീകമായിട്ട് ഒരുപാട് വളരുവാൻ എനിക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവത്തോടും അമ്മ മാതാവിനോടും എനിക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചു. എല്ലാ ദിവസവും ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. അതുപോലെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും വഴി നടത്തിയ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനമൊക്കെ ഞങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തി ഞങ്ങളത് കണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തനമായിട്ട് മമ്മി നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ മന്ത്ലി മമ്മിക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അവരെയും സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ വന്നത് 15 ദിവസത്തെ ലീവിനാണ് വന്നത്. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകുവാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ ഇത്രത്തോളം വഴി നടത്തി എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. ടിൻറ്റുമോളുടെ
വളരെ സ്നേഹത്തോടു കൂടിയുള്ള വളരെ ആത്മീയത നിറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ടിൻഡുവിടെ നമ്മോട് ഏറ്റുപറഞ്ഞത്. ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് ഈ മകൾക്ക് വലിയ ഒരാഗ്രഹമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്നിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും ഒരു സാക്ഷിയാവണം, തനിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം എന്നുള്ള വലിയ തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ മകൾ ന്യൂസിലാൻഡിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ന്യൂസിലാൻഡിലെ ഒരു ടീച്ചറായി വർക്ക് ചെയ്യാനുള്ള വലിയ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മയ്ക്ക് മാർത്തോമ വിശ്വാസിയായ മകൾ, മാതാവിനെക്കുറിച്ചുള്ള വലിയ ഭക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത മകൾ സ്നേഹിച്ച് പഠിച്ച് മാതാവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ കിട്ടിയ എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി ഈ മകൾക്ക് ഇന്ന് അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാനും ഈശോയോട് കൂടുതൽ സ്നേഹത്തോടുകൂടി അടുക്കുവാനും കമ്മ്യൂണിക്കേഷൻ നടത്തുവാനുള്ള വലിയ കൃപ നൽകിയതായി നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 3.5 മാസം കൊണ്ട് സാധിച്ചെടുക്കാവുന്ന ഒരു ടീച്ചർ രജിസ്ട്രേഷനാണ് വെറും ഒരാഴ്ച കൊണ്ട് ഈ മകൾക്ക് സാധിച്ചു കൊടുത്തത്. പരിശുദ്ധ അമ്മ നമ്മുടെ വിശുദ്ധി അളന്നു നോക്കുമ്പോൾ നാം ജീവിത വിശുദ്ധിയുള്ളവരാണെന്ന് കണ്ടാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഗ്രീൻ സിഗ്നൽ ഇട്ടുകൊണ്ട് തന്നെ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പെട്ടെന്നുള്ള ഒരു ത്വരിതഗതി ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ടിൻഡുവിൻ്റെ അമ്മ കൊടുത്തുവിട്ട നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഈ മകൾക്ക് എപ്പോഴും ലഭിക്കുകയും ചെയ്തിരുന്നു. ടിൻഡു പറയുന്നത് നമ്മുടെ ഈശോ തന്നെ പറയും, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നതാണ്. പൗലോസ്ലീഹയ്ക്ക് ഒരു അസ്വസ്ഥതയുണ്ടായപ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഈശോ പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി. നമ്മുടെ ബലഹീനതയിലാണ് അവിടുത്തെ ശക്തി പ്രകടമാകുന്നതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ബലഹീനതകളുണ്ടെങ്കിൽ മകൾക്ക് ടിൻഡുവിന് പറയേണ്ടതായി വന്നു, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. പക്ഷേ അത് ഈശോ തന്നെയാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ മകൾക്ക് അത് പറയാനുള്ള പ്രേരണ നൽകിയത്. നാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നാം എന്ത് പറയണമെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ചിന്തിച്ച് തലകളയേണ്ടതായ ആവശ്യമില്ല എന്ന് ഓരോ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നാം ഉടമ്പടിയിലാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ ജീവിതഭാരങ്ങളും ലഘൂകരിച്ച് തരുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്നുള്ളത്. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അടുക്കും ചിട്ടയും നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടിൻഡുവിൻ്റെ മമ്മിക്കും ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള വലിയ സാധ്യതകളുടെ വഴികൾ തുറന്നു കൊടുക്കുന്നു. എത്ര തന്നെ അസാധ്യമായ കാര്യങ്ങളായാലും ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ സാധ്യമായി, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ടിൻഡുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സാക്ഷ്യം പറയാനും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയാവാനും കഴിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീല. ഞാൻ കൊല്ലം ജില്ല നിലമേൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 15-ാം തീയതിയാണ്. എൻ്റെ മരുമകൾ സജന, ഇത് എൻ്റെ മകളുടെ മകൾ നന്ദന, കൊച്ചുമകൻ അഥർവ്, എൻ്റെ മകൻ്റെ മകൾ ധൻഷിക. ഞാൻ എൻ്റെ കൊച്ചുമകളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അവൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം പീരീഡ്സ് ആവുമായിരുന്നു. ഞാൻ തൈലമിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടി. പിറ്റേ മാസം മുതൽ അവൾക്ക് മാസത്തിലൊരിക്കൽ പീരീഡ്സ് ആവുകയുള്ളായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഓരോരുത്തരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുകയും പറയുകയും ചെയ്യും. അവരുടെ ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുകയും
അവർ ഇഷ്ടമുള്ളവരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടെ നിന്ന് പത്രങ്ങൾ വാങ്ങി മെഡിക്കൽ കോളേജിലും പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് പൊതിച്ചോറ് കൊടുക്കും. സ്കൂളിലും വൃദ്ധസദനങ്ങളിലും പൈസയും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അമ്മ മാതാവ് ഇത്രയും എനിക്ക് തന്ന അനുഭവത്തിന് മാതാവിനും യേശുവിനും 1000 നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സജന. ഞാൻ ജൂലൈ 30, 2025 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ മകന് ജനിച്ച് 1.5 മാസം ആയപ്പോൾ തൊട്ട് അസുഖങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ സ്ഥിരം ഇങ്ങനെ വരും. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോവേണ്ട അവസ്ഥയാണ്. സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ അതുമൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മോനെയും കൊണ്ട് ഇവിടെ ഒരു ദിവസം വന്നതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, ശ്വാസം മുട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. നമ്മളിവിടെ നിന്ന് അങ്ങ് ചെന്നതിന് ശേഷം മോന് വീണ്ടും വയ്യാതായി. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ ഉപയോഗിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ്. ശരിക്കും അപ്പം നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. ശരിക്കും നമ്മൾ മാതാവിൻ്റെ നാമത്തിൽ അതിനോട് നോ പറയേണ്ടതെന്ന് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇൻഹേലർ ഉപയോഗിച്ചു തുടങ്ങി. ഉപയോഗിച്ചതിന് ശേഷവും അവന് ശ്വാസം മുട്ടിങ്ങനെ വന്നു. വീണ്ടും അസുഖങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു വയസ്സ് വരെ ഞാൻ ഇത് ഉപയോഗിക്കേണ്ടി വരാവും മാതാവേ. അതിനുശേഷം ഇത് ഞാൻ ഉപയോഗിക്കത്തില്ല. അവന് 6-ാം മാസം തൊട്ടാണ് അവന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇൻഹേലർ. പ്രാർത്ഥിച്ച് പോയി. അതിനുശേഷം മോന് ഞാൻ ഇൻഹേലർ ഉപയോഗം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഡോക്ടർ പറയുമ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഞാൻ ഇന്നും അവന് നെറ്റിയിലും മൂക്കിലും നെഞ്ചിലുമൊക്കെ വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് ഫർദർ ചെക്കപ്പിന് ഡോക്ടർ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ ബെറ്റർ ആണെന്ന് പറഞ്ഞു. ഇൻഹേലർ കുറച്ച് ഇൻഹേലർ ഇത് ഡോസ് കുറച്ചാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഡോക്ടർ അങ്ങനെ ഡോസ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ അവന് ആസ്മയുടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ അനുഗ്രഹം തന്നത് മാതാവാണ്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഇപ്പോൾ ഇൻഹേലർ 1 വയസ്സാവുന്ന മുമ്പ് തന്നെ എനിക്ക് അവൻ്റെ ഇൻഹേലറിൻ്റെ ഉപയോഗം ഇൻഹേലർ നിർത്തി. പിന്നെ അതോടൊപ്പം തന്നെ മോന് അനീമിക്കുമായിരുന്നു. അവൻ അനീമിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് HB 10.5, 9.5 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം 1 പ്രാവശ്യം ഇതിനുള്ള മെഡിസിൻ കഴിച്ചായിരുന്നു. എന്നിട്ട് അവന് മാറ്റമൊന്നുമില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഇതിന് ശേഷം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അനീമിക്കാണ്. മരുന്ന് കൊടുക്കണം, 3 മാസം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം മരുന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ കൊടുത്തില്ല. ഇതുപോലെ ഉടമ്പടി ഉപ്പ് അവന് കുടിക്കുന്ന വെള്ളത്തിൽ ഞാനിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഡെയിലി കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് 11.5 ആയിട്ട് മാതാവ് അത് ഉയർത്തി തന്നു. ഇപ്പോൾ അവന് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് പത്രം മേടിച്ച് കൊണ്ടുപോയി മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് അവിടേക്ക് കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു ആൾക്കാരെന്ത് പറയും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല.
പിന്നെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളായിട്ട് ഇങ്ങനെ ഇപ്പം നീ ഇതിലാണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് ഡെയിലി. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. അത് നമ്മൾ മിസ് ചെയ്യാറില്ല, അത് ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തിയായിട്ട് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോവും. അവിടെ കൃപാസനത്തെ പറ്റി നമ്മൾ പറയും. പിന്നെ അവിടുത്തെ അമ്മമാർക്ക് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ക്യാഷ് കൊടുക്കും. പൊതിച്ചോറ് കൊണ്ടുപോയി ഹോസ്പിറ്റലിലും റോഡിലൊക്കെ ഉള്ള ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട്. കയ്യിലുള്ളത് ആരെങ്കിലുമൊക്കെ വന്ന് സഹായം ചോദിക്കുമ്പം കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്, ജപമാല ചൊല്ലും. നമ്മൾ ഇവിടെ കൃപാസനത്തിൽ വരുന്നതിന് മുന്നേ അമ്മയൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നേരത്തെ തന്നെ പള്ളിയിൽ പോവായിരുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പം ഞാനും പോവായിരുന്നു. അപ്പോൾ അവിടുത്തെ ബ്രദർ പറയും ബൈബിള് വായിക്കണമെന്ന് പറയും. പക്ഷെ ഞാൻ വായിക്കാറില്ല. ഞാൻ എന്തിനാ വായിക്കുന്നേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്പം ബൈബിള് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അന്ന് വായിക്കാഞ്ഞത് തെറ്റായിപ്പോയി. ബൈബിള് വായിക്കുമ്പോഴാണ് ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റിയത്, കൂടുതൽ അറിയാൻ പറ്റിയത് ക്രൈസ്തവ ഇതിനെ പറ്റി. ആദ്യം കൃപാസനത്തെ പറ്റി ഞാൻ ഇതിനു മുന്നേ 6 വർഷം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടു. അന്ന് ഞാൻ അമ്മേനെയൊക്കെ വിളിച്ച് കാണിച്ചിട്ട് അന്ന് ഞാൻ കളിയാക്കിയായിരുന്നു ശരിക്കും അവളെ. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ സെയിം എനിക്കും അതുപോലെ അവൾ അന്ന് പറഞ്ഞ എന്താണോ സാക്ഷി അതുപോലെ ഒരു അനുഭവം എനിക്കും വന്നു എൻ്റെ വീട്ടിലത്തേക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞാണ് എൻ്റെ വീട്ടുകാർ ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ കളിയാക്കിയോണ്ടാവാം ഇന്ന് ഇങ്ങനെ ഒരിത് വന്നത്. പിന്നെ ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ഓർത്തൊക്കെ ദുഃഖമായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി വരുന്നു. കാരണം അത്രയും സങ്കടങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ കൃപാസനത്തിലെത്തിയത്, എത്തിച്ചേരാൻ സാധിച്ചല്ലോ. അത് ഓർത്ത് സങ്കടങ്ങൾ മറക്കാറുണ്ട്. ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. ഷീലയുടെയും സജനയുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അവരിവിടെ ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഇവർക്ക് ഒരു എ ഗ്രേഡ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇവർ അമ്മയും മകളുമല്ല, അമ്മായിയമ്മയും മരുമകളുമാണ്. അങ്ങനെ വളരെ റയറായിട്ട് മാത്രമേ ഈ ഒരു കോമ്പിനേഷൻ അൾത്താരയിലേക്ക് കയറി വരുന്നത്. അത്രമാത്രം സ്നേഹമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈശോയെ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്ന കുടുംബത്തിലെ സ്നേഹവും ഐശ്വര്യവും സമാധാനവും എല്ലാം അവർ പരസ്പരം പങ്കുവയ്ക്കുന്നതിൻ്റെ ഒരു വലിയ അടയാളമാണ്. അവരുടെ സങ്കടങ്ങളിൽ അവർ പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥതയിൽ ഈശോയോട് കൂടി നിൽക്കുന്ന ഒരു വലിയ ജീവിതാനുഭവം അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഷീല എന്ന അമ്മ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ആദ്യം സാക്ഷ്യം പറഞ്ഞത്. 1 വർഷക്കാലം മകളുടെ പീരിയഡ്സ് കറക്റ്റാവാതിരുന്നപ്പോൾ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് അത് സൗഖ്യപ്പെട്ടു എന്ന് പറയുന്നു. നാം ബൈബിളിൽ വായിച്ചെടുക്കുന്നത് 12 വർഷക്കാലം രക്തസ്രാവകാരിയായ സ്ത്രീ ഈശോയെ തൊടാൻ ആഗ്രഹിച്ചിട്ട് അവളൊന്ന് ഈശോയുടെ വസ്ത്രത്തിലൊന്ന് തൊട്ടപ്പോൾ അവളുടെ ആ അസുഖം സൗഖ്യമായി എന്ന് നാം വായിക്കുന്നുണ്ട്. ഈശോയെ തൊടുന്നവർ, ഈശോയെ തൊട്ടത് ഒരു വ്യക്തി മാത്രമാണെന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കും ഈശോയെ തൊടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സജന ഈ കൃപാസന പ്രാർത്ഥനാ രീതികളെക്കുറിച്ചെല്ലാം അറിവില്ലാതെ അല്പം കളിയാക്കിയിരുന്നതായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി വലിയ സൗഖ്യമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് സാധിച്ചു കൊടുത്തത്. ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് വിശുദ്ധിയോടുകൂടി ജീവിച്ചു തുടങ്ങിയപ്പോൾ സജനയ്ക്ക് മനസ്സിലായി ഈശോയ്ക്ക് മാത്രമേ നമ്മെ രക്ഷിക്കാനാകൂ എന്ന്. ഭൂമിയുടെ
മനുഷ്യർക്കിടയിൽ ആകാശത്തിന് മുകളിൽ ഒരേ ഒരു നാമം മാത്രമേ നമുക്ക് രക്ഷയ്ക്കായുള്ളൂ. അത് ഈശോ എന്ന പരിശുദ്ധമായ സുന്ദരമായ നാമമാണ്. ഈശോയ്ക്ക് നമ്മൾ സാക്ഷ്യം പറയാം. ഈശോയുടെ നാമം നമുക്ക് ഏറ്റുപറയാം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ 1.5 മാസം പ്രായമുള്ള ശ്വാസം മുട്ടൽ ഈ മകൾ തന്നെ, സജന തന്നെ പ്രാർത്ഥിച്ചു, 1 വയസ്സിൽ കൂടുതൽ ഇവൻ്റെ ഈ അസുഖം, ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ഈ ഒരവസ്ഥ കടന്നു പോകരുതെന്ന്. കൃത്യം 1 വയസ്സിന് മുൻപ് തന്നെ ഡോക്ടർ പറഞ്ഞു, ഒരുപാട് ഇവർക്ക് അത് ഉപയോഗിക്കേണ്ടി വരും, ഇൻഹെയിലർ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഈ മകൾക്ക് മനസ്സിലായി ഈശോ തന്നെ ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുമെന്ന്. യാതൊരു അസുഖങ്ങളുമില്ലാതെ അമീബിക്കായിരുന്നു. അതെല്ലാം അനീമിക്കായിരുന്ന അവസ്ഥയിൽ നിന്നും, എല്ലാ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും, ബ്ലഡ് കൗണ്ട് കുറഞ്ഞ എല്ലാ അവസ്ഥയിൽ നിന്നും ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തി ഇന്ന് അൾത്താരയിൽ നിൽക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ആസ്മയുള്ള കുട്ടികൾ വളരെ സങ്കടത്തോടുകൂടിയാണ്, എപ്പോഴും ഒരു ആശങ്കയോടുകൂടിയാണ് അവരുടെ ജീവിതത്തെ നോക്കിക്കാണാറ്. നമുക്ക് ജീവിതത്തിൽ നൽകുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നമുക്ക് നൽകുന്ന എല്ലാ സൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഷീലയുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക്. തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വഹിച്ചതിന് അമ്മയോട് ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് രേവതി, ഇതെൻ്റെ ഭർത്താവ് രനീഷ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ധ്രുവ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഞാൻ എല്ലാവരുടെയും ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് കഴിക്കാനൊക്കെ തുടങ്ങി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് മടുത്ത് ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ജൂലൈ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം ഒരു സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നു, ഇതേപോലെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞ് ജനിച്ചുകൊണ്ട് ആ ചേച്ചി സന്തോഷ രഹസ്യങ്ങളൊക്കെ ചൊല്ലുമായിരുന്നെന്ന്. അപ്പം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി എന്താണ് ഈ സന്തോഷ രഹസ്യങ്ങൾ, എങ്ങനെയായി കൊന്ത ചൊല്ലേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവൾ എനിക്ക് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളോട്, വിശേഷമൊന്നും ആയില്ലേ. ചിലർ കുറ്റപ്പെടുത്തി ചോദിക്കും, ചിലർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഓഗസ്റ്റ് 27 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഓഗസ്റ്റിൽ വരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ഈ അവസ്ഥ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എനിക്ക് വയ്യ ആരുടെ മുന്നിൽ ചെന്നിങ്ങനെ താന്ന് കിടന്ന് കരയാനോ ഒന്നിനും എനിക്ക് വയ്യ. നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ നീ എനിക്ക് ജൂലൈ 27-ാം തീയതി ഓഗസ്റ്റ് 27-ന് തരണ്ട, കാരണം ഓഗസ്റ്റ് ആദ്യക്കായിരിക്കും ഫംഗ്ഷൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു സമയം കിട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇതെന്താടി നീ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ, ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കും, ഇതിനൊക്കെ സമയമില്ലെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. കരയും, ഞാനിരുന്ന് ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടി പ്രാർത്ഥിച്ച് ഞാൻ തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ 27-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ പ്രഗ്നൻസി എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണ് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് വിശ്വസിക്കണമെന്ന് ഒന്നും അറിയില്ല. ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ കുറേ കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവ് ആക്കി തന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇനി കാർഡിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഒത്തിരി സന്തോഷിക്കുകയൊന്നും വേണ്ട, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കരയുക, എന്തോ വിശ്വസിക്കണോ വേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. അവിടെ ചോദിച്ച് നടന്നവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയൊക്കെ മുന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഓടിച്ചെന്ന് പറയുകയാണ്, എൻ്റെ മോക്ക് വിശേഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസി അങ്ങ് പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, ഒത്തിരി ടെൻഷൻ അടിക്കാനൊന്നും പോവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസിയൊക്കെ പോയി. വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ
എൻ്റെ ഡെലിവറി സമയം അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സിസ്റ്റ് പോലെ വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞ് നോർമൽ ഡെലിവറി ഒന്നും പറ്റൂലായിരിക്കും, ഈ സിസ്റ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞാനവിടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞ് പേടിക്കേണ്ട, നമുക്കത് പൊട്ടിച്ചു വിടാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്നറിയാം, അല്ലാതെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പൊട്ടിച്ചു വിട്ടിട്ട് ആൻറ്റിബയോട്ടിക് എടുത്തു വന്നു. ഒരാഴ്ചത്തോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഓർത്ത് എനിക്ക് ടെൻഷനായിപ്പോയി, പേടിയായിപ്പോയി. പിന്നെ ആദ്യത്തെ ഡെലിവറിയും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അന്നേരത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു പേടിക്കണ്ട, എൻ്റെ BP എല്ലാം അങ്ങ് കൂടി. അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഞാൻ വന്ന് അഡ്മിറ്റായി എല്ലാം കഴിഞ്ഞ് മാർച്ച് 20 ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അമ്മയും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു, എപ്പോഴും ഉറക്കമായിരുന്നു. എണീപ്പിച്ച് ചെയ്താൽ പോലും അവനങ്ങനെ പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് മഞ്ഞ നിറം കൂടുതലാണ്, ഒരാഴ്ചയും കൂടി നിൽക്കുക. അത് ഡിസ്ചാർജ് ആകുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി. കുഞ്ഞിന് തീരെ വയ്യാണ്ട് മഞ്ഞ നിറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തൈലം പുരട്ടിയും കാശുരൂപമൊക്കെ വെച്ച് ഞാൻ അതിൻ്റെ കീഴേ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ട് ഞങ്ങളെ ഡിസ്ചാർജാക്കി വീട്ടിൽ വിട്ടു. ഇപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് വിശ്വസിച്ച് ഇപ്പോഴും ജീവിക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ പുന്നപ്രയിൽ ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു കരുണാലയം ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വഴിയിലൊക്കെ ഫുഡ് കഴിച്ചില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്ക്. ചിലരൊക്കെ പറയും വേണ്ടാന്ന് പറയും. അപ്പം ഞാനതൊന്നും മൈൻഡ് ആക്കത്തില്ല. കുറേ പേര് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ വേണം, പ്രാർത്ഥിച്ചേ നടക്കുകയുള്ളൂ എന്നൊരു ആരെന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും സ്കൂളിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും കൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് എന്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എന്നെ കളിയാക്കുന്നവരുണ്ട്. നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ അപ്പോഴും പറയില്ല, എനിക്ക് അവിടുന്ന് തന്നെ കിട്ടിയ കുഞ്ഞാണ്. ഞാൻ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, എന്താ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും എന്നെ കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാൻ എതുക്കുട്ടനെ, കുഞ്ഞിൻ്റെ പേര് ധ്രുവ എന്നാണ്, ഞങ്ങൾ എതുക്കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നീ എതുക്കുട്ടനെ അവിടെ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഞാൻ പറയും യാതൊരു സംശയവും വേണ്ട, എനിക്ക് അമ്മയും ഈശോയും തന്നെ തന്നതാണെന്ന് ഞാൻ പറയും. ഹസ്ബൻഡിൻ്റെ അച്ഛനും എന്നോട് ചോദിക്കും. അച്ഛനങ്ങനെ തീരെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം. അമ്മയ്ക്ക് അറിയാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ കാണുന്നതാണ് എപ്പോഴും ഈ കൊന്തചൊല്ലലും കരച്ചിലും പ്രാർത്ഥനയും തന്നെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നെ. ഞാനിപ്പോൾ ഉറപ്പിച്ച് 100% പറയാം, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരുണ്ടെങ്കിലും സാരമില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്നു. കാരണം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടതാണ്, ഓരോരുത്തർ അങ്ങനെ ഞാനിവിടെ വന്നത്. അപ്പോൾ എന്തോ ഒരു സമാധാനം. ഞാനിവിടെ അടുത്ത് അമ്പലപ്പുഴയിലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത്, ഈ അടുത്ത് കിടക്കുന്ന എനിക്കെന്താ വന്ന് ഉടമ്പടി എടുത്താലോ എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നെടുത്ത്. ഞാൻ ആ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് തന്നെയാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിനെന്നെ സഹായിച്ച എൻ്റെ പ്രാർത്ഥന കേട്ട എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 2-ാം തിരുവചനം. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ ഘോഷിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ വളരെ സന്തോഷത്തോടുകൂടി എലീശാമ്മയോട് അടുത്ത് ചെന്നപ്പോൾ എലീശാമ്മ പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം പാടുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു എന്ന മനോഹരമായ ഗാനം ഈശോയെ ലഭിച്ചതിന് ശേഷമാണ് പരിശുദ്ധ അമ്മ പാടിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ ഉടമ്പടി പേടകം എന്ന് നമുക്കറിയാം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം ഉടമ്പടി പേടകത്തെക്കുറിച്ച് വായിച്ചു കേൾക്കുകയായിരുന്നു. നമുക്കറിയാം രേവതി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അവർ വളരെയധികം സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് വേദനിച്ച് ആകുലപ്പെട്ട് ഒരുപാട് പേരുടെ അവഗണനയും
അപമാനവും സഹിച്ച് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിയെടുത്ത ആ മാസത്തിൽ തന്നെ മകൾ കൺസീവായ എന്ന വലിയ സന്തോഷ വാർത്തയാണ് ഈ മകൾക്ക് ലഭിച്ചത്. കാരണം ഇവിടെ ഒരു സാക്ഷ്യം മകൾ കേൾക്കുകയായിരുന്നു, ഞാനെപ്പോഴും സന്തോഷ രഹസ്യങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരുന്നുവെന്ന്. നാം ജപമാലയിൽ സന്തോഷ രഹസ്യങ്ങൾ പറയുന്നത് ഈശോയെ ലഭിക്കുന്നതും അവസാനം ഈശോയെ 12 വയസ്സിൽ കാണാതെ കണ്ടുമുട്ടുന്നതുമാണ്. നാം അവസാനമായി ഈശോയെ കണ്ടുമുട്ടുന്നതാണ് സന്തോഷ രഹസ്യത്തിൽ. നാം സന്തോഷ രഹസ്യം അവസാനിപ്പിക്കുന്നത് അവിടെയാണ്. ഈശോയെ ലഭിക്കുവാനുള്ള മംഗളവാർത്തയും ഈശോ ജനിക്കുന്നുവെന്നുള്ള ഒരു സ്തോത്രഗീതവും, ജനിക്കുന്നതിന് മുൻപുള്ള സ്തോത്രഗീതം, അതുപോലെ തന്നെ ഈശോ കാലിത്തൊഴുത്തിൽ ജനിക്കുന്നതും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതും ശിമയോൻ്റെ കരങ്ങളിൽ ഈശോയെ സമർപ്പിച്ച് ശിമയോനുള്ളൊരു പ്രവചനം നടത്തുന്നതും, 5-ാം രഹസ്യത്തിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും വളരെ സന്തോഷിക്കുന്നത്. അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. അതൊരു സാക്ഷ്യമായി ഇവിടെ ഒരു മകൾ കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ ധ്യാനിച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് രേവതിക്ക് വളരെ സന്തോഷത്തോടു കൂടി സന്തോഷ രഹസ്യങ്ങൾ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജപമാല അർപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. നമുക്കറിയാം, നാം ജപമാലയിൽ വളരെ വിശ്വസ്തരായി ലക്ഷക്കണക്കിന് മക്കളാണ്, 5 ലക്ഷത്തിലധികം മക്കളാണ് ജപമാലയിൽ റാലിയിൽ പങ്കെടുത്ത്, അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് കുഞ്ഞുങ്ങളെ ലഭിച്ച ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ജപമാല റാലിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതിൽ ഒന്നാണ് ഇന്ന് രേവതി ഈ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത്. രേവതിയുടെ സന്തോഷത്തിൻ്റെ കാരണം അവരുടെ കുടുംബത്തിനും അവരുടെ സമുദായത്തിലും ലഭിച്ച വലിയ അനുഗ്രഹമാണ്. ആരൊക്കെ എന്തൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയാലും ഇത് ഈശോ നൽകിയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണ്. എത്ര തന്നെ ജനനത്തിന് ശേഷവും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നത് കണ്ട് ഈ അമ്മയ്ക്ക് ഒട്ടും തന്നെ സങ്കടം വന്നില്ല. കാരണം പരിശുദ്ധ അമ്മയാണ് ഉടമ്പടിയിലൂടെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഇന്നവർക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്കെല്ലാം വലിയ സന്തോഷത്തിൻ്റെ വാർത്ത വളരെ പെട്ടെന്ന് ലഭിക്കുവാനായി, അനുഗ്രഹം ലഭിക്കുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് രേവതിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാൻ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സ്റ്റെഫിന വർഗീസ്. ആലപ്പുഴ രൂപതയിലെ ചെട്ടിക്കാട് വിശുദ്ധ മരിയഗ്രേത്തി ദേവാലയമാണ് എൻ്റെ ഇടവക. ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എനിക്ക് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് 1 വർഷമായിട്ടും എനിക്ക് ജോലി അങ്ങ് ലഭിക്കുന്നില്ല. പല ഇൻ്റർവ്യൂവും ഞാൻ അറ്റൻഡ് ചെയ്തു, അതെല്ലാം എനിക്ക് റിജക്റ്റായി പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെ പറ്റി അറിയുകയും അങ്ങനെ ഞാനും കൂട്ടുകാരിയുമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു പോവുകയും ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തു പോയെങ്കിലും സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയെങ്കിലും ആത്മീയപരമായിട്ട് ഞാനൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എല്ലാത്തിലും ഒരു മടിയായിരുന്നു എനിക്ക്. പിന്നീട് ഞാൻ ഈ മാസം ജനുവരി 1-ാം തീയതി ഞാൻ അച്ഛനുമായിട്ട് വന്ന് ഇവിടെ പുതുക്കി പ്രാർത്ഥിച്ചു. ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് എഴുതി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് പുതുക്കി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂവിനായിട്ട് ഞാൻ അവിടെ പോവുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുകയും അമ്മയുടെ കാശ് രൂപം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മയുടെ ഉപ്പ് ഞാൻ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം 2 വേക്കൻസിയേ ഉള്ളൂ. ആ വേക്കൻസി 2ഉം ഫുള്ളാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒരു വേക്കൻസി വരും, അതിലോട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് കഴിവില്ല, നിൻ്റെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോന്നു. അങ്ങനെ 1 മാസം എന്ന് പറഞ്ഞ അവർ 1 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി 14-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു. 1 മാസമെന്ന്
പറഞ്ഞ് എന്നെ വിട്ടവർ. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ശനിയാഴ്ച അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജനുവരി 14-ാം തീയതി ഒരു വേക്കൻസി ഉണ്ട്, അതിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഒത്തിരി അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ വന്നവരിലെല്ലാവരെയും അവർ പറഞ്ഞു വിട്ടു. ഞാൻ ആകെ ഒത്തിരി വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് അവിടെ ലഭിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഞാൻ അന്ന് പുതുക്കാൻ വന്ന സമയത്ത് അപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അപ്പ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് അപ്പ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മകൾക്ക് ഇന്ന ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കണമെന്ന് അപ്പ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പയുടെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചു. അതുപോലെ ആത്മീയപരമായിട്ട് ഞാൻ വളർന്നു എന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് നല്ല മടിയായിരുന്നു. പിന്നീട് കാരുണ്യപ്രവൃത്തി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാരുണ്യദീപം എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാൻ അവിടെ എന്നും 2 ആഴ്ച കൂടുമ്പോൾ പോയി അമ്മമാരെ കുളിപ്പിക്കുകയും നഖം വെട്ടി കൊടുക്കുകയും എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ കാരുണ്യപ്രവൃത്തികളും ഞാൻ ചെയ്യും. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. അരമണിക്കൂർ ബൈബിൾ വായന, അരമണിക്കൂർ കൂടുതൽ നേരം ഞാൻ ബൈബിൾ വായിക്കും. അങ്ങനെ അച്ഛൻ്റെ ധ്യാനവും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയും കൂടുന്നതിലൂടെ ഒത്തിരി ഞാൻ ആത്മീയപരമായിട്ട് വളരുകയും ഒത്തിരി പേരെ എനിക്ക് ഇതിലൂടെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്തു. എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിച്ചോളുന്നു. എനിക്ക് എൻ്റെ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മകൾക്ക് ജോലി കിട്ടണമെന്നാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് നേരാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണെങ്കിൽ എൻ്റെ മകൾക്ക് ഇവിടെ ജോലി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആശുപത്രിയിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി. അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്റ്റെഫിന വർഗീസ് എന്ന ഈ മകൾ തൻ്റെ പഠനം പൂർത്തിയാക്കി പരിശീലനം കഴിഞ്ഞ് 1 വർഷത്തിലേറെ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി ഇടങ്ങളിൽ അന്വേഷിച്ചിട്ട് ഒന്നും നടക്കാതെ വല്ലാതെ ക്ലേശവും തകർച്ചയും നേരിട്ട നാളുകളിലാണ് മറ്റൊരു കൂട്ടുകാരിയോടൊപ്പം വന്ന ഉടമ്പടി എടുത്ത് അമ്മയുടെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത കാലം മുതൽ എൻ്റെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു. കുറേ കൂടി വിശ്വാസമായി, അനുദിന ദിവ്യബലിയിൽ പങ്കെടുത്തു തുടങ്ങി. കുറേ കൂടി എളിമയോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എന്നെ ഉടമ്പടി ജീവിതം പരിശീലിപ്പിച്ചുവെന്ന. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിയോഗം സാധിക്കുവാൻ വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനയല്ല ഉടമ്പടി ജീവിതം എന്നത്. മറിച്ച് ഉടമ്പടി നമ്മുടെ ആത്മശുദ്ധിയിലേക്കും സഹോദര സ്നേഹത്തിലേക്കും എളിമയുള്ള പെരുമാറ്റത്തിലേക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനെന്ന് പറയുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയും ചെയ്യും. ആ ഒരു ആത്മീയ ഭൗതിക വളർച്ച നമ്മളിൽ വരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമായി തീരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മകൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെല്ലാം കണ്ടു കേട്ടു. ഒടുവിൽ പറഞ്ഞു 1 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഒഴിവ് വന്നേക്കും, അന്ന് പരിഗണിക്കാമെന്ന്. മകൾ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ടാണ് പോകുന്നത്. ഉടമ്പടി കാശുരൂപം കരങ്ങളിലുണ്ട്, ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയിട്ടുണ്ട്, ഉടമ്പടി ഉപ്പ് ഇൻ്റർവ്യൂവിൻ്റെ അവിടെ വിതറിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണവും സഹായവും അമ്മയിലുള്ള വിശ്വാസ പ്രഖ്യാപനവും ചെയ്തുകൊണ്ടാണ് അവിടെ വ്യാപരിക്കുന്നത്. എങ്കിലും എല്ലാം കേട്ട് പരിഗണിച്ചിട്ട് ഒടുവിൽ അത് ഒരു സങ്കടമുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മകൾ തകർന്നു പോവുകയല്ല, അമ്മയുടെ അരികിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്മയ്ക്കെല്ലാം സാധ്യമാണ്. ഈശോ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അനുവദിച്ചു തരുവാൻ അമാന്തിക്കില്ല. അതാണ് മകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ ഞാൻ ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു. മറ്റൊന്നുകൂടിയുണ്ട്. അപ്പനിവിടെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇതേ ആശുപത്രിയിൽ മകൾക്ക് ജോലി കിട്ടിയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കാമെന്ന് ഇവിടെ മാതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോവുകയാണ്.
അത് മറ്റൊരു വിഷയമായി തീർന്നു. മകളെ സംബന്ധിച്ച് അപ്പന് മാതാവിലുള്ള വിശ്വാസം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യവും. ജോലി എത്ര നാൾ ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ എൻ്റെ അപ്പൻ വിശ്വസിക്കുവാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ ഉടമ്പടി അംഗീകരിച്ച് ഈ നിയോഗം സാധിച്ചു തരണം. അതൊരു മകൾ നിർബന്ധപൂർവം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരാവശ്യമാണ്. തനിക്കൊരു ജോലിയേക്കാൾ ഉപരി തൻ്റെ അപ്പൻ തൻ്റെ ഒപ്പം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ്റെ മനസ്സിലുള്ള സംശയം, അപ്പൻ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു നിയോഗം, അത് അമ്മ മാതാവ് അനുവദിച്ചു തരണമെന്ന്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയും, മക്കളുടെ നിർബന്ധത്തിന് എപ്പോഴും അമ്മമാർ അനുവദിച്ചു കൊടുക്കുകയോ താഴ്ന്നു വരികയോ ചെയ്യും. അത് തന്നെയാണ് അടുത്ത ദിവസം തന്നെ വിളിക്കുകയും നാളെ അവിടെ ജോയിൻ ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ ക്രമീകരിച്ച് നൽകുകയും ചെയ്യുന്നത്. മകൾ പറഞ്ഞു, എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ മാത്രം. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയാൽ മാത്രം. ഞാനിത് കിട്ടില്ലെന്ന് കരുതി എന്നെ പറഞ്ഞു വിട്ടെടുത്ത് അവർ ഒരു 24 മണിക്കൂറിനകം തിരികെ വിളിച്ച് 2 ദിവസത്തിനകം എനിക്ക് ജോലി നൽകി എൻ്റെ അപ്പൻ്റെ വിശ്വാസത്തെയും എൻ്റെ ഉടമ്പടി നിയോഗത്തെയും ഒരുപോലെ അനുഗ്രഹിച്ചു വന്ന പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ വരുമ്പോൾ നമുക്കിങ്ങനെ ഏത് തരത്തിലുള്ള മനോഭാവവും ഉണ്ടാവാം. ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ട് വന്നവരാവാം. ചിലപ്പോൾ സംശയിച്ച് പല കാര്യങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഒന്ന് പോയി നോക്കാം എന്ന് കരുതി ഒരു തമാശയ്ക്കോ അല്പ സംശയത്തിലോ വന്നവരാകാം. ചിലപ്പോൾ എല്ലാ കാര്യവും മുടങ്ങിക്കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഇനി എങ്കുമില്ലല്ലോ പോകാൻ, അതുകൊണ്ട് എല്ലാവരും പറയുന്ന അമ്മയുടെ ഇടം വരെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി വന്നവരാവാം. നിങ്ങൾ ഏതവസ്ഥയിൽ, ഏത് മനോഭാവത്തിൽ അമ്മ മാതാവിൻ്റെ തിരുമണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നുവോ, അമ്മ അറിഞ്ഞ് ആകർഷിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരുന്നതാണ്. നിങ്ങൾ സ്വയമേവ വരുന്നത് പോലുമല്ല, ആരും നിർബന്ധിച്ചത് കൊണ്ട് നിങ്ങൾ എത്തുന്നതുമല്ല, മറിച്ച് അമ്മ അറിയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ, സംരക്ഷിക്കുവാൻ, സഹായിക്കുവാൻ, ഇപ്പോഴായിരിക്കുന്ന ജീവിത പ്രശ്നത്തിന് അമ്മയിലൂടെ അമ്മ വഴിതെളിച്ചു തരുവാൻ അമ്മ നിങ്ങളെ കാണുന്നത് കൊണ്ട് അമ്മയുടെ അരികിലേക്ക് പല വിധത്തിൽ, ചിലപ്പോൾ ഒരു പത്രം കണ്ടിട്ടാവാം, സാക്ഷ്യം കേട്ടിട്ടാവാം, വ്യക്തികൾ പറഞ്ഞതുകൊണ്ടാവാം, നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ മണ്ണിലേക്ക്, അമ്മയുടെ തിരുമുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഏത് മനോഭാവത്തിൽ അമ്മയുടെ അരികിൽ വന്നാലും അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു സമർപ്പണത്തിൻ്റെ മനസ്സ് സൂക്ഷിക്കണം. എൻ്റെ അമ്മ മാതാവേ, എൻ്റെ അറിവ് പരിമിതമാണ്, എൻ്റെ സമ്പത്ത് തുലവും തുച്ഛമാണ്, എൻ്റെ കഴിവും എത്രയോ കുറവാണ്, പക്ഷേ നീ എല്ലാം അറിയുന്നവളാണ്, നീ എന്നും വിശുദ്ധയാണ്, നീ എല്ലാം നിൻ്റെ മകനെ പൊറ്റിയതുപോലെ എൻ്റെ ജീവിതത്തെ കൈകളിലെടുക്കുവാൻ, സുരക്ഷിതമാക്കുവാൻ, ഇപ്പോഴുള്ള ക്ലേശങ്ങളെ ദൈവശക്തിയാൽ മാറ്റിത്തരുവാൻ അമ്മയ്ക്ക് കൃപയുണ്ട്. അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ, എൻ്റെ ജീവിതത്തിന് മേൽ നിൻ്റെ കൃപ ചുരിഞ്ഞ് തിരുക്കുമാരൻ